വരുന്ന ഒരു റമദാനും അനുകൂലമായി സാക്ഷി പറയുമെന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം കടന്നു വരുന്ന റമദാൻ നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ റമദാനായി നമ്മൾ പരിഗണിക്കണം. ഇനി അടുത്ത ഒരു കൊല്ലത്തിന്റെ 2025 റമദാൻ വരുമ്പോ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത റമദാനെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത കാലത്തോളം ഈ കടന്നു വരുന്നത് ജീവിതത്തിന്റെ അവസാന റമദാനായി നമ്മൾ തീരുമാനിക്കണമെന്ന്. തീരുമാനം ഇന്ന് ഇവിടെയാണ് എടുക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അങ്ങനെ നമ്മൾ ഈ തീരുമാനവും ഇന്നെടുത്താൽ നമ്മുടെ മുന്നിൽ അത് തന്നെ ഉറപ്പില്ല. ഈ വരുന്ന 15 ദിവസം മൂലം നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റൂല. ഇന്ന് ഞാൻ വാള് പറയാണ്, ഇന്നലെ തിരുവനന്തപുരത്തിന്റെ ചാതാങ്കര, നാളെ ഞാൻ വെട്ടിയാറ, ആലപ്പുഴ ജില്ലയിലെ വെട്ടിയാറ പറയണേ. ഇന്ന് പോയി കിടന്ന നാളെ രാവിലെ ഉറക്കെണീക്കുന്ന ഒരു ഉറപ്പ് നമുക്കില്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ആ ഒരു പ്രാർത്ഥന മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ. അപ്പോ കഴിഞ്ഞുപോയ റമദാനൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത കാലത്തോളം, അടുത്ത ഒരു റമദാനിലേക്ക് ജീവിച്ചിരിക്കുമെന്ന ഉറപ്പുമില്ലാത്ത കാലത്തോളം ഈ കടന്നു വരുന്ന റമദാൻ നമുക്ക് നിർണായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം റസൂലിന്റെ ശഫാഅത്ത് കിട്ടുമുള്ള പ്രതീക്ഷ ഒരു റമദാനെങ്ങാനും നമുക്ക് എതിരായി പോയാൽ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ റമദാനെങ്കിലും എങ്ങനെയും എന്ത് വില കൊടുത്തും വിജയിച്ചേ പറ്റൂ എന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലെ ആദ്യത്തെ റമദാനാണ്, അവസാനത്തെ റമദാനാണ്. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ ചെയ്യുന്നതെന്തറിയോ? ഒരു റമദാൻ കഴിഞ്ഞ റമദാനിൽ കഴിഞ്ഞ് പെരുന്നാളിന്റെ ആ പിറകണ്ട നിമിഷം മുതൽ ദുനിയാവിന്റെ രസങ്ങളും തിമിർപ്പുകളും തുടങ്ങിയവരാ നമ്മൾ. അല്ലേ? പിന്നെ തിരിഞ്ഞങ്ങ് നോക്കിയിട്ടുണ്ടോ? അല്ലാഹ് കഴിഞ്ഞ റമദാൻ ഞാൻ നോമ്പെടുത്തു, തറാവീഹ് എടുത്തു, എനിക്ക് സ്വീകരിച്ചു പടച്ചോനെ. അള്ളാഹു നിനക്കത് ഇഷ്ടപ്പെട്ടോ? അല്ലാഹ് ഈ റമദാൻ നിന്നോട് വന്ന് എന്നെ കുറിച്ച് അനുകൂലമാണോ റബ്ബേ പറഞ്ഞത്? ഒരു നിമിഷമെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടില്ല. എന്നാൽ മഹാന്മാരായ ആരിഫ്യങ്ങൾ ഒരു കൊല്ലത്തിന് 2 മാറ്റി വെക്കും. റമദാൻ കഴിഞ്ഞു പോയാൽ തൊട്ടടുത്ത 6 മാസം വരെ പെരുന്നാൾ മുതൽ തുടങ്ങുന്ന വല്ലാതെ അർത്ഥഗർഭമായ പ്രാർത്ഥനകളാണ്. കഴിഞ്ഞുപോയ റമദാന് പടച്ചവനെ ഞാൻ ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, തറാവീഹ് നമസ്കാരങ്ങൾ എടുത്തിട്ടുണ്ട്. സ്വീകരിക്കണേ വേദനയോടെ അവരെ പൊട്ടിക്കരയാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? അള്ളാഹുവേ, ഈ റമദാൻ എനിക്ക് അനുകൂലമാണോ? ഈ റമദാൻ എനിക്ക് അനുകൂലമാണോ? അനുകൂലമാക്കണേ അല്ലാഹ്. റമദാൻ കഴിഞ്ഞ 6 മാസം ആരിഫ്യങ്ങളും സൂഫിയാക്കളും ദുആ ചെയ്യണത് ആ റമദാൻ ഒന്ന് അനുകൂലമായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ 6 മാസം വരെ പ്രാർത്ഥിക്കുന്ന എന്തിനാ? അല്ലാഹുവേ, കഴിഞ്ഞ റമദാൻ എനിക്ക് നഷ്ടമാണോ ലാഭമാണോ അറിയില്ലല്ലോ, എല്ലാം നിന്റെ മുന്നിലാണല്ലോ. അടുത്ത ഒരു റമദാനിതാ കടന്നു വരാൻ പോകുകയാ. ആ റമദാൻ എനിക്ക് അനുകൂലമായ നിലയിൽ ആയുസ് തരണേ അല്ലാഹ്. റമദാൻ കഴിഞ്ഞിനി 15 ദിവസമാണ് അടുത്ത റമദാനുള്ളത്. ഒരു ദിവസം പോലും നമ്മൾ ദുആ ചെയ്തില്ല, അല്ലാഹുവേ ഈ റമദാനിൽ എന്റെ ആയുസ് വരൂ അല്ലാഹ്. നമ്മളൊരു റമദാനിൽ പോലും ദുആ ചെയ്തിട്ടില്ല. ഷഅബാനിന്റെ 29-നും ഒരു പക്ഷേ 30-നും പലരെ നമ്മൾ കബറി കൊണ്ട് അടക്കിയിട്ടുണ്ട്. അല്ലേ? പലരെ നമ്മൾ ഷഅബാനിന്റെ 30-ന് കബറി കൊണ്ട് അടക്കിയിട്ടുണ്ട്. നമുക്കും അതുപോലെ ഒരു ആയുസ് പോയാലോ? ഈ റമദാൻ നമുക്കില്ല, നഷ്ടത്തിലാണ് നമ്മൾ. ഈ തിരിച്ചറിവ് ഇന്നുണ്ടായാൽ അള്ളാഹു നമ്മളെ വിജയിപ്പിക്കും. പടച്ച തമ്പുരാൻ ഭാഗ്യം തരട്ടെ. ഇനി മനുഷ്യരെല്ലാം ഇങ്ങനെയാണെന്ന് പടച്ച തമ്പുരാൻ അറിയാം. അള്ളാഹ്ക്കറിയാം മനുഷ്യരിങ്ങനെ ആയതുകൊണ്ട് തന്നെ നന്നാവാനും ഓർമ്മിക്കാനും റമദാനാണ് എന്ന ഒരു അവയർനെസ് വരാനും പടച്ചവൻ മുത്തുനബിയെ കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. റജബ് വരുമ്പോ ഒരു ദുആ നമ്മുടെ പള്ളിയിലൊക്കെ ഇങ്ങനെ ഉസ്താദ് ചൊല്ലും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ. ദുആ ചെയ്യുമ്പോ നമ്മൾ കേട്ടവരല്ലേ സഹോദരാ?
പാട്ട് പാടും പോലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോ കൂടെ നമ്മള് കൂടെ പാടും പോലെ ഒരു ആമീൻ പറഞ്ഞു പോയവരാ. എത്രയോ ജുമുഅയ്ക്കും നമസ്കാരത്തിന് നമ്മൾ അതിന് ഉത്തരം ചെയ്തവരാ. ഒരു വട്ടം പോലും നമ്മൾ ചിന്തിച്ചില്ല അല്ലാഹ് കഴിഞ്ഞ റമളാൻ എന്റെ കയ്യിലില്ലല്ലോ റബ്ബേ, ഈ റമളാനെങ്കിലും എനിക്കൊന്ന് അനുകൂലമാക്കി തരണേ അല്ലാഹ്. ഒരു വട്ടം പോലും നമ്മൾ ചിന്തിച്ചില്ല. ഇന്നിതാ പരിശുദ്ധമായ ബറാഅത്ത് എന്ന സുന്ദരമാണ് അത്ഭുതരാവാൻ പറഞ്ഞാൽ കോടാനുകൂടി ആളുകൾക്ക് അല്ലാഹു തമ്പുരാൻ നരകമോചനം കൊടുക്കുന്ന ഒരു രാത്രിയാ ഈ ബറാഅത്തിന്റെ അത്ഭുതമായ രാത്രി. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അടുത്ത ഒരു കൊല്ലം വരെ ഉമ്മമാരെ ശ്രദ്ധിക്കാനാ, അടുത്ത ഒരു കൊല്ലം വരെ നിങ്ങൾ എത്ര ഭക്ഷണം കഴിക്കണമെന്ന്, എത്ര സമ്പാദിക്കണമെന്ന്, ആർക്കൊക്കെ കുട്ടിയുണ്ടാകണമെന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണ് ഈ പരിശുദ്ധമായ ബറാഅത്തിന്റെ രാത്രി. ഇന്ന് തീരുമാനിക്കപ്പെടും. നമ്മൾ സാധാരണ 3 യാസീനോദി കാത്തിരിക്കും. ഇന്ന് തീരുമാനിക്കപ്പെടുന്നത് പരിശുദ്ധമാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൊണ്ട് മലക്കുകളെ ഏൽപ്പിക്കുന്നത് ഇന്നയാളുടെ ലിസ്റ്റിത ഇതൊക്കെ മടത്തി കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നത് അന്നാണ്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇനി എന്തിനാണ് ഈ മുത്തുനബി റജബ് മുതലേ നമുക്ക് ഈ ദുആ പഠിപ്പിച്ചത്? പെട്ടെന്നിർത്തുവാണ്. എന്തിനാണ് റജബ് മുതലേ ഈ ദുആ പഠിപ്പിച്ചത്? നമ്മുടെ പള്ളിയിൽ ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, ആദ്യം അൽഹംദുലില്ലാ എന്ന് പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗമാണ്, പടച്ചവനെ സ്തുതിക്കുകയാണ്. അങ്ങനല്ലേ? ഒട്ടൊക്കെ വ്യത്യാസമൊന്നുമില്ലല്ലോ. ആയില്ല. രണ്ടാമത് പറയും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പറയൂലേ? ഒരു സ്വലാത്ത് ചൊല്ലും. അപ്പൊ ഹംദും കഴിഞ്ഞ് സ്വലാത്തും കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാര്യം ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഗഫിർ ലനാ, അല്ലേ? പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, എന്റെ മക്കൾക്ക് നല്ല ജോലി തരണേ അല്ലാഹ്. ഈ ദുആയുടെ ഒരു ബോഡിയാണ്. ഇതുപോലെ ശ്രദ്ധിച്ച് ഹംദും സ്വലാത്തും, നമ്മുടെ കാര്യം ആവശ്യപ്പെട്ട ശേഷവും ഹംദും സ്വലാത്തും. റമളാനെ കുറിച്ച് എന്തിനാ റജബും ശഅബാനുമായി പറയണേ? റമളാനെ കുറിച്ച് അല്ലാഹു റസൂൽ പറയാ, റമളാനു ശഹ്റു ഉമ്മത്തി, നമ്മുടെ മാസമാണ്. റമളാന്റെ ആദ്യത്തെ 10 അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖുൻ മിനന്നാർ. ആദ്യ 10 റഹ്മത്ത് നേടിക്കോ, രണ്ടാമത് മഗ്ഫിറത്ത് നേടിക്കോ, അവസാനത്തെ 10 നമ്മൾ എന്താ ദുആ ചെയ്യണേ? അല്ലാഹുമ്മ അത്ഖിനാ മിനന്നാർ. സ്വർഗമല്ല, സ്വർഗം നേടിയിട്ടല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട. പിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ സ്വർഗത്തിൽ കയറേണ്ടത്. അങ്ങനെയാണ്. നരകത്തിന്റെ മുകളിലുള്ള പാലം കടന്നേ സ്വർഗത്തിലേക്കുള്ളൂ. അപ്പൊ ആദ്യം രക്ഷപ്പെടേണ്ട നരകത്തിൽ നിന്ന്. അതാണ് നമ്മൾ ദുആയിൽ ആദ്യം അല്ലാഹുമ്മ അത്ഖിനാ മിനന്നാർ വ അദ്ഖിൽനൽ ജന്നത യാ അല്ലാഹ്. നമുക്ക് റഹ്മത്ത് നേടാനും മഗ്ഫിറത്ത് നേടാനും നരകമോചനം നേടാനും അല്ലാഹു തമ്പുരാൻ നമുക്കായി സ്പെഷ്യലായി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, സുവർണാവസരമായി തന്ന മാസം റമളാൻ നമ്മുടെ മാസമാണ്. പക്ഷെ ആ ദുആ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോഡിയുണ്ട്. ഹംദ് വേണം, സ്വലാത്ത് വേണം. ഇത് രണ്ടും റമളാനിൽ ഏതാ? അതാ പഠിക്കേണ്ടത്. റജബിനെ കുറിച്ച് മുത്തനബി പറയാണ്, റജബുൻ ശുഹ്റുല്ലാഹ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ഭാഗമാണ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അല്ലാഹുവിനോടുള്ള നമ്മുടെ കടപ്പാടാണ് നമസ്കാരം എന്നത്. അപ്പൊ പരിശുദ്ധമായ നമസ്കാരം അല്ലാഹു നമുക്ക് തന്ന റജബ് മാസത്തിലാണ്. അപ്പൊ പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്ന നമസ്കാരത്തിന്റെ വാർഷിക മാസമാണ്. അങ്ങനല്ലേ? വ്യത്യാസമൊന്നുമില്ലല്ലോ. നമസ്കാരത്തിന്റെ വാർഷിക മാസമാണ് റജബ്. അപ്പൊ ദുആ ചെയ്യുമ്പോ നമ്മൾ അൽഹംദു പറയണ പോലെ ഈ റജബ് വരുമ്പോഴേ അള്ളാഹുമായുള്ള ബന്ധം ക്ലിയറാക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ്. റജബ് പറഞ്ഞാൽ ഒരു ളുഹറിന്റെ കൂടെ 15 വയസ്സ് മുതൽ ഇങ്ങോട്ടുള്ള നിസ്കാരം ഒക്കെ കളായത് വീട്ടിയേ പറ്റൂ. ഒരു കളിയും അതിലില്ല, വീട്ടിയേ പറ്റൂ. ഇല്ലേ അള്ളാന്റെ മുന്നിൽ സമാധാനം പറയണം. ഞാൻ എല്ലാം ഇന്ന് പോയി കുട്ടിയിരുന്ന് വിട്ടാൻ പറയില്ല, ഒരാളും ചെയ്യൂല, എനിക്കറിയാം. പക്ഷേ ഒരു ളുഹർ നിസ്കരിക്കുമ്പോ ഒരു ളുഹർ കൂടി നിസ്കരിച്ചാൽ, ഒരു അസറിന്റെ കൂടെ ഒരു അസർ കൂടെ ആയാൽ, ഒരു മഗ്രിബിന്റെ കൂടെ ഒരു മഗ്രിബായ
അങ്ങനെ റജബെന്ന മാസത്തിൽ അല്ലാഹു തമ്പുരാന്റെ എല്ലാ കെട്ടുപാടുകളും നമ്മള് പടച്ച തമ്പുരാൻ കടമകള് ഒന്നൊന്നായി കുറച്ച് കൊണ്ടുവന്ന് ആ ഒരു പടച്ച തമ്പുരാന്റെ കടമകൾ വീട്ടേണ്ട മാസമാണ് റജബ്. നമുക്ക് കഴിഞ്ഞില്ല, നമ്മൾ ഇപ്പോഴും നഷ്ടത്തില്ല. മുത്തുനബി പറയാണ് ശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തമ്പുരാൻ ഖുർആനിലൂടെ ഇന്നല്ലാഹു വ മലായികത്തുഹു എന്ന മുത്തുനബിയുടെ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയുള്ള പ്രഖ്യാപനത്തിന്റെ ആയത്തിറങ്ങിയ മാസം ശഅബാൻ മാസമാണ്. പരിശുദ്ധമാണ്. കഅബാലയം ഖിബലയായി കൊടുത്തത് ഇതേ ശഅബാൻ മാസത്തിലാണ്, ഇതേ രാത്രിയാണ്. പരിശുദ്ധമായ ശഅബാനിന്റെ 15ന്റെ അനുഗ്രഹീതമായ നിസ്ഫു ശഅബാൻ ഈ രാത്രിയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തുണ്ടല്ലോ, ശഫാഅത്തുൽ ഉളുമാ ശഫാഅത്തുൽ കുബ്റാ എന്നെല്ലാം നമ്മൾ പറയണ മുത്തുനബിയുടെ ശഫാഅത്ത്. അതിനുള്ള അധികാരം അല്ലാഹു മുത്തുനബിക്ക് കൊടുത്തതും ഇതേ മാസത്തിലാണ്. അപ്പൊ ശഅബാൻ എന്ന മാസം സ്വലാത്തിന്റെ സ്ഥാനത്തിലാ, റജബ് അൽഹംദുലില്ലാഹിന്റെ സ്ഥാനത്തിലാ, ശഅബാൻ സ്വലാത്തിന്റെ സ്ഥാനത്തിലാ. അപ്പൊ റജബിൽ അല്ലാഹു തമ്പുരാനോടുള്ള കടമകളും കടപ്പാടുകളും വീട്ടി പരിശുദ്ധമാണ്. ഈ ശഅബാൻ വരുമ്പോ ആ ശഅബാനിൽ മുത്തുനബിയുടെ സ്വലാത്തുകൾ അധികരിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂൽ റമളാൻ വരുമ്പോൾ എന്താ ചെയ്യാ? ഖുർആൻ ഒരുപാട് ഓതുമായിരുന്നു. നമ്മൾ ഓതാൻ ശ്രമിക്കേണ്ട മാസം. അവിടുന്ന് ഒരുപാട് റമളാന് വേണ്ടി തയ്യാറാവേണ്ട മാസമാണ്. പക്ഷേ 15 കഴിയാ നമ്മൾ തയ്യാറായിട്ടില്ല. കഴിഞ്ഞുപോയ റമളാൻ എനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ അറിയില്ലല്ലോ. ഇതെങ്കിലും എനിക്ക് അനുകൂലമാക്കണേ അല്ലാ. ഈ ഒരു തിരിച്ചറിവാ നമുക്ക് വേണ്ട. അങ്ങനെ തിരിച്ചറിവ് ആറ്റ് നോക്കിയിരിക്കണം നമ്മള്. റമളാൻ വരുമ്പോ ആദ്യം നമ്മൾ പരിഗണിക്കണ 17 രാവാ, പിന്നെ 27 രാവാ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പരിശുദ്ധ റമളാന് ഒരു ആദ്യ രാത്രിയുണ്ട്, അത്ഭുതമാണ് രാത്രി. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ കിടന്നുറങ്ങുന്ന രാത്രിയാ, പക്ഷേ നേരത്തെ കിടന്നുറങ്ങാൻ പാടില്ലാത്ത രാത്രിയാ. അല്ലാഹു തമ്പുരാൻ 1,00,000 പേർക്ക് നരകമോചനം കൊടുക്കണ രാത്രിയാണ്. പരിശുദ്ധമാണ് റമളാനിന്റെ 1ാമത്തെ രാത്രി. ആ രാത്രി അല്ലാഹു തമ്പുരാൻ മാലാഖമാരോട് പറയാ, ഓ മലായിക്കത്തെ നിങ്ങളൊന്ന് സജ്ജമാകൂ. ആ രാത്രി അല്ലാഹു തമ്പുരാൻ ഒരുപാട് അത്ഭുതം നടക്കണ രാത്രിയാ. പരിശുദ്ധമാണ്. സ്വർഗമുണ്ടല്ലോ, നമ്മൾ കുതിക്കുന്ന സ്വർഗോ. ഈ ഭൂമി ലോകത്ത് റമളാനെന്ന് വരുമ്പോ ആ സ്വർഗം ഇങ്ങനെ ദുആ ചെയ്യോ, അല്ലാഹുമ്മ ജഅൽനാ ഫീ ഹാദാ ശഹരി മിൻ ഇബാദിക സുകാനാ. ഈ റമളാൻ മാസത്തെ റജബ് മുതലേ ആറ്റുനോട്ടിരുന്ന് കാത്തിരുന്ന് ശഅബാനിലൂടെ റമളാൻ ഇതാ അടുത്തു വരാണല്ലോ. ആ ഭക്തിയോടെ കുറിച്ചിരുന്ന റമളാനിന്റെ ആദ്യ ദിവസം വരുമ്പോ ആശയോടെ റമളാൻ എന്ന മാസത്തിലൂടെ കടന്നു വന്നോ. റമളാനിന്റെ കൊട്ടാരക്കര ജുമാ മസ്ജിദിന്റെ ഓരത്തുള്ള ഉമ്മയും സഹോദരങ്ങളും അവരെ കുറിച്ച് സ്വർഗം ദുആ ചെയ്യാ. اللهم اجعل لنا في هذا الشهر من عبادك سكنا. ഈ റമളാനിൽ പടച്ചോനെ സ്വർഗമാകുന്ന എന്നില് ഒരുപാട് വീടുകളുണ്ട്, മണിമാളികയുണ്ട്, കൊട്ടാരങ്ങളുണ്ട്. അതിൽ താമസിക്കാൻ കുറച്ചുപേര് കൊട്ടാരക്കരയിൽ എനിക്ക് തരൂ അല്ലാ. നമ്മളാ സ്വർഗം ചോദിക്കുക, പക്ഷെ ഇവിടെ സ്വർഗം നമ്മളെ തേടുകയാ. അല്ലാഹുവേ, ഇന്നയാളെ എന്റെ കൊട്ടാരത്തിൽ താമസിപ്പിക്കണേ അല്ലാ. അവനെ എനിക്ക് തരണേ അല്ലാ. ആ സ്വർഗത്തിന്റെ ഹൂർലിങ്ങള് അല്ലാഹു തമ്പുരാനോട് പൊട്ടിക്കരയാ. റമളാനിന്റെ ആദ്യ രാത്രി വരുമ്പോഴാ കരയണ്. ആ ഹൂർലിങ്ങള് പറയുമല്ലാ, അല്ലാഹുമ്മ ജഅൽനാ
في هذا الشهر من عبادك أزواجا. നമ്മുടെ പേര് പറഞ്ഞിട്ട് പറയും, പടച്ചോനെ കൊട്ടാരക്കയിലെ അബൂബക്കർ, അല്ലാ കൊട്ടാരക്കയുടെ നാസർ എനിക്ക് കെട്ടിച്ചു തരൂ അല്ലാ. ഈ ദുനിയാവിലെ ചില നല്ല മക്കളെ കാണുമ്പോൾ നമ്മുടെ മക്കൾ ചോദിക്കണ പോലെ ആ സ്വർഗത്തിന്റെ ധരണീമണികളെ ചോദിക്കയാ അല്ലാഹു തമ്പുരാനോട്, ഇന്നയാളെ എനിക്ക് തരോ അല്ലാ, എനിക്ക് ഇണയാക്കി തരണേ അല്ലാ. അല്ലാ അല്ലാ, എല്ലാവരും ഭാഗ്യമുള്ള ദുആയാ ഈ ദുആ കിട്ടിയ നമ്മുടെ ജീവിതം വിജയമാ. അല്ലാഹു ഭാഗ്യം തരട്ടെ. പക്ഷേ ഈ ദുആ ആർക്കാ കിട്ടുക? ഈ ദുആ ആർക്കാ കിട്ടുക? ആർക്കാ കിട്ടുക? റമദാൻ വരണതിന് മുമ്പേ റമദാനാണ് വരുന്നത് എന്ന് കൊതിച്ച് കൊതിച്ച് കാത്തിരുന്ന് നമ്മളെ മക്കളെ കല്യാണം വരുമ്പോ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ തയ്യാറെടുക്കും. ആരെ വിളിക്കണം, സ്വർണമെടുക്കണം, ഡ്രസ് എടുക്കണം, ഇങ്ങനെ തയ്യാറാവണ പോലെ നേരത്തെ ആറ്റുനോട്ടിരുന്ന് കാത്തിരുന്ന് കൊതിച്ച് ആ ദിവസം വരുമ്പോൾ അങ്കലാപ്പോടെ അതിലേറെ ഇഷ്ടത്തോടെ, അങ്ങനെ ഉണ്ടല്ലോ കല്യാണിന് എന്താവും, എന്തെങ്കിലും പരാതി വരും, ആ ഒരു വല്ലാത്തൊരു വിഷമം. പിന്നെ കല്യാണം ആയല്ലോ, നാളെ കല്യാണമാണല്ലോ എന്ന ഒരു വല്ലാത്തൊരു സന്തോഷം. ആ ഒരു സന്തോഷം എല്ലാം കൊണ്ടും ചെറുപയ്യന്മാര് പണിയിലും തോന്നുന്നു. എല്ലാം കൊണ്ടും ആകപ്പാടെ സന്തോഷവും എന്നാണ് ശരിയായി കിട്ടാനുള്ള വിഷമവും കൊണ്ട് നമ്മൾ വല്ലാതെ ആർത്തിയോടെ ഇരിക്കണം. ആ ഒരു രംഗമായിരിക്കണം ഈ പരിശുദ്ധമായ റമദാൻ വരുമ്പോ നമുക്ക് വേണ്ടത്. എന്ന് ഈ റമദാൻ നമുക്ക് അനുകൂലമാകും. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. ഞാൻ ഭാഷണം നിർത്തുവാണ്. അങ്ങനെ ഈ റമദാൻ അനുകൂലമാകണമെങ്കിൽ ഒന്ന് വേണം, നമ്മൾ മരിക്കും എന്നൊരു ഓർമ്മ നമുക്ക് വേണം. അങ്ങനെയുണ്ട്. ഒരു മുസ്ലിമിന് 20 പ്രാവശ്യം മരിക്കുമെന്ന ഓർക്കൽ സുന്നത്താ. ഇന്ന് എത്ര പ്രാവശ്യം ഓർത്ത്? അല്ല, കാലിട്ട് വീഴാൻ പോയ പയ്യനെ പടത്തന്നെ വീണെങ്കിൽ പറ്റിയെന്ന് പറഞ്ഞാൽ അല്ലേ? അതല്ലേ, ഞാൻ മരിക്കുമെന്ന ബോധം എത്ര പേർക്കുണ്ടായി? ആർക്കുമില്ല. വേണ്ട, അല്ല വേണ്ട, വേണം. ദൂരമൊന്നുമില്ല, പാട്ടമുള്ളൂ. അപ്പോ നമ്മള് മരിക്കുമെന്നുള്ള ബോധം ആദ്യം വേണം. രണ്ടാമത് മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കണം. മരിക്കുമെന്നുള്ള ബോധം വന്നാൽ മരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കും. നിർത്താറായോ? ജോലി കിടക്കാമോ? പറയണോ? അറിയില്ല. മരിക്കുമെന്നുള്ള തോന്നൽ വന്നാൽ നമ്മൾ മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കും. അല്ലേ? അങ്ങനല്ലേ? അപ്പോ ഒന്ന് നമ്മൾ മരിക്കുമെന്നുള്ള ബോധമാദം വരണം. രണ്ടാമത് മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കണം. മരിക്കുമെന്നുള്ള ബോധം വന്നാൽ മരിക്കാൻ വേണ്ടി അവൻ തയ്യാറെടുക്കും. മരിക്കാൻ വേണ്ടി തയ്യാറെടുത്താൽ അവൻ തൗബ ചെയ്യും. ഇത് മൂന്നും ഒരുമിച്ച് വരണം. അപ്പോഴാണ് ഈ വരുന്ന റമദാൻ നമുക്ക് അനുകൂലമായി കിട്ടുക. ഈ റമദാൻ എങ്ങാനും എതിരായി പോയാൽ അടുത്ത ഒരു റമദാനിൽ നമ്മൾ വരൂലേ? ഇതിന്റെ ആദ്യത്തെയും അവസാനത്തെയും റമദാനാണ് എന്ന ഉറപ്പോടെ ഇന്ന് മുതൽ നമുക്ക് പണിയെടുക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ആദ്യത്തെ പടിയായിട്ട് എന്റെ ഉമ്മമാരോട് ഞാൻ പറയണത്, നമ്മളെ പാലാച്ചുണ്ടല്ലോ, വീട് പാലാച്ചെന്നല്ലേ ഇവിടെ പറഞ്ഞേ? കൊട്ടാരക്കരയൊക്കെ ആണല്ലോ. അതേ ഹൗസ് വാമിംഗ് എന്ന് പറയോ? നല്ല ചൂടില്ലേ? പാലാച്ചിന് നമ്മള് വീട്ടിൽ കൊണ്ടുവരും. ഇവിടേക്ക് എന്താ കയറണേ? ഖുർആനാണോ കൊണ്ട് കയറണേ? ആണ്. നല്ല ഖുർആനൊക്കെ വീട്ടിൽ കൊണ്ടുവരും. ചിലപ്പന്മാര് കൊതുമ്പ് കൊണ്ട് പോണാണ്. ഇവിടെ ഉണ്ടോ കൊതുമ്പ്? പൊങ്കാലയ്ക്കല്ലേ കൊതുമ്പ് കൊണ്ടുപോകണം അല്ലേ? ആയിരിക്കട്ടെ. അപ്പോ ഈ മുസ്വാഫായിട്ട് വീടിനകത്ത് കൊണ്ട് കയറിയ നല്ല ഭദ്രമായിട്ട് അലമാരിയുടെ മുകളിലുള്ള ആ സ്ലാബിന്റെ മുകളിൽ അങ്ങ് വെക്കും. അങ്ങനെ തന്നെ വെക്കണം. ഖുർആൻ സൂക്ഷിച്ച് ഭദ്രമായി തന്നെ വെക്കണം. പിന്നെ കുറേ ചെയ്യരുത്. മനസ്സിലായില്ലേ? അങ്ങനെ ഭദ്രമായി സ്ലാബിലൊന്നും ഞാൻ വെക്കാറില്ല. ഞാൻ അത്ര മോശക്കാരിയിട്ടാ, ഞാൻ ഡീസന്റാ. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ അലമാരിയുടെ മുകളിൽ കാണും. ഡ്രസ്സൊക്കെ വെക്കുന്ന അലമാരിയുടെ മുകളിൽ അല്ലേ?
വാർഡ്രോബിന്റെ മുകളിൽ കാണും സംഭവം എന്താ? ഖുർആൻ. ഖുർആനായി പറയണേ. അള്ളാഹു കാക്കട്ടെ. ഇന്ന് പോയിട്ട് ഉറങ്ങണതിന് മുമ്പ് എവിടെയായാലും നമ്മൾ വെച്ച ഖുർആൻ ഞാനൊന്ന് എടുക്കും, പൊടി തട്ടും. എന്നിട്ട് എന്റെ ഓതൊന്നും വേണ്ട, ഇന്ന് രാത്രി ഓതരുത് കേട്ടോ. ആരും ഓതരുത്. ഇന്ന് ഓതണ്ടായത്, ഇന്ന് നേരത്തെ പോയി കിടന്നുറങ്ങിക്കോളാം. പക്ഷെ ഒന്ന് ചെയ്യണം, ആ ഖുർആൻ പൊടി ഓതുന്ന് പറഞ്ഞാൽ ഓതൂല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഖുർആൻ പൊടി തട്ടിയെടുത്ത് സുന്ദരമായി കാണത്തക്ക രീതിയിൽ നമ്മുടെ ഫ്രണ്ട് മേശപ്പുറത്ത് നമ്മൾ വെക്കണം. വെക്കുവോ? വെക്കുന്നുള്ള കൈ വയ്ക്കാണ്. അമ്മമാരെ കൈയാത്തിട്ട് ചൊറിയണേ ഉള്ളു പൊക്കത്തി. ഇനി രാത്രി ഉറക്കം വന്ന് വീട്ടിൽ പോയി സാബിന്റെ മണ്ടി വലിഞ്ഞു കാരണം ഒത്തോനെ വന്ന് വീണ അവസാനം എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ പോലും മച്ച കിട്ടിയില്ല എന്നുള്ളത് ആ ഒരവസ്ഥ ഇരിക്കട്ടെ. എന്തായാലും മുസാഫ് എടുത്തുനിന്ന് പൊടി തട്ടി വെച്ചേ പറ്റൂ. വെക്കൂലേ? ഈ റമദാൻ വേണ്ടേ നമുക്ക്? അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ പൊടി തട്ടി വെച്ച് നാളെ മുതൽ സുബഹി കഴിഞ്ഞാൽ ഒരു പേജ് എല്ലാ ദിവസവും ഖുർആൻ ഓതണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. എല്ലാ ദിവസവും ഒരു പേജ് ഖുർആൻ നമ്മൾ ഓതണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഓതും. തീരുമാനിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒരാൾ ഓതിയാൽ തന്നെ ഞാൻ വിജയിച്ചു. അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പോ ഇൻഷാ അല്ലാഹ് ഒരു പേജെങ്കിലും ഞാൻ ഓതും എന്ന് ആദ്യം തീരുമാനിക്കോ? ഇൻഷാ അല്ലാഹ്. ഈ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. നമ്മൾ ജനിച്ച് വീണ അന്ന് മുതൽ നമ്മൾ ഓതണ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആണോ? ഉറപ്പാണ്. എന്താ 1,00,000 നമ്മൾ ചൊല്ലിട്ടുണ്ടാവും ജീവിതത്തിൽ, കുറഞ്ഞത്. ഇല്ലേ? 1,00,000 ചിലപ്പോ കോടി കടന്നിട്ടുണ്ടാവും. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ എത്ര അക്ഷരമുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ എത്ര അക്ഷരമുണ്ടെന്ന്? അതെ, നമുക്ക് പരിചയമില്ലാത്ത സാധനമാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹുവിലെ എത്ര അക്ഷരമുണ്ട്? ഈ പറഞ്ഞതിനകത്ത് എണ്ണാളെ സമയമായില്ല. എണ്ണി കൂടെ 8 5 9 പിന്നെ പുരോഗമനമുണ്ട്. 5 8 9 അതിനെയാ ഇത് നമ്മുടെ മുദ്രാവാക്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരങ്ങളാണ്. എങ്ങനെ? 12 അക്ഷരങ്ങളാണ്. മുഹമ്മദ് റസൂൽ എത്ര അക്ഷരമുണ്ട്? പെട്ടെന്ന് തന്നെ നോക്ക്. ഉറക്കെ സല്ലല്ലാഹു അലൈഹി സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. അക്ഷരങ്ങളാണ്. ഒരു ദിവസത്തിന്റെ മണിക്കൂർ എത്ര? 34. കൊട്ടാരക്കരയ്ക്ക് എങ്ങനെയാണോ? 24 അങ്ങനെ ഇരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് 24 അക്ഷരങ്ങള്. ഒരു ദിവസത്തിന്റെ മണിക്കൂർ കൂടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 ആണല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹ് 12 13 വെച്ചില്ല. 24 മണിക്കൂറാ അല്ലേ? ഒന്ന് വെളുത്തയാണ്. വേണ്ട, നമുക്ക് 24 വെച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് തീരുമാനിച്ച കൈ എഴുതി പെട്ടെന്നാവണം. അതായത് അങ്ങനെയെങ്കിലും ഉറക്കം പൊട്ടെന്ന് വിചാരിച്ചിട്ടാണ്. കൈയെഴുത്തും പാട്ടിലേക്ക് കൊണ്ട് സൈക്കിളിന് അടിച്ചു കൊടുക്കരുത്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് 24 ഞാൻ ചെല്ലുമല്ലോ. എന്നാലേ ചില പാതിരാത്രി നല്ല തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരവിടെ ഉണ്ട്. ആ ഉമ്മമാർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാൻ എങ്ങനെ? ഹബീബായ റസൂലുള്ളാഹ് ഇമാം റാഷിദ് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരാളൊരു ദിവസം 1200 വട്ടം പതിവാക്കി വന്നാൽ, ഒരു ദിവസം 1200 പതിവാക്കി വന്നാൽ അവന്റെ ജീവിതത്തിൽ പിന്നെ ദാരിദ്ര്യമുണ്ടാവൂല. അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങളല്ല എടുത്തു കളയൂല.
ഭർത്താവിന്റെ ജോലി പോവില്ല, ശമ്പളം കുറയൂല, അള്ളാഹു ജീവിതത്തിൽ അവനെ അപകടത്തിൽപ്പെടുത്തൂല, ഫളീഹത്താവൂല. അവസാനം ഒരു ബമ്പർ ഓഫറാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 1200 ഒരു മുഅ്മിൻ ഭക്തിയോടെ പതിവാക്കി വന്ന ഈ ലോകത്ത് അവൻ എപ്പോ മരിക്കേണ്ടി വന്നാൽ, ഈ ദുനിയാവിൽ നിന്ന് എപ്പോ വിട പറയേണ്ടി വന്നാൽ, അവൻ ആരിഫീങ്ങളെ പോലെ ഔലിയാക്കളെ പോലെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കുമെന്ന് മഹത്തുക്കളാണ് ഉലമാക്കൾ രേഖപ്പെടുത്തുമ്പോ നമ്മളെ മുദ്രാവാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതുവരെയുള്ള റമദാനിന്റെ ആദ്യരാത്രി പോലെയല്ല ഇനി വരുന്ന റമദാനിന്റെ ആദ്യരാത്രി നമുക്ക് കടന്നു വരേണ്ടത്. റജബ് നമ്മൾ നഷ്ടത്തിലാ, ശഅബാനിന്റെ പകുതിയും നഷ്ടത്തിലാ. പക്ഷേ ഇന്നിന്റെ രാത്രി എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞാൽ ഏറ്റവും മഹോന്നതമാണ്, മഹത്തരമായ രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. മരണപ്പെട്ടു പോയ ഉപ്പമാര്, പാപ്പമാര്, പിതാക്കൾ, ഉമ്മമാർ 12 രാത്രികളാണ്, ചിലതിൽ 14 രാത്രികളാണ്, ചില അഭിപ്രായത്തിൽ 20ഓളം രാത്രികളിലാണ്. അതെ, ഒരു കൊല്ലത്തിൽ അതിന്റെ ബന്ധുക്കളെ സന്ദർശിക്കാറുള്ളത്. നമ്മുടെ ഭവനത്തിൽ നമ്മൾ നമ്മളെ മരണപ്പെട്ടു പോയ അർവാഹുകൾ വരാറുള്ളത് അങ്ങനാ. അതിലൊരു പ്രധാനപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. ഈ രാത്രി നമ്മളേതായ അർവാഹുകൾ വരുമത്ര. നമ്മൾ കിടക്കണ വീടിന്റെ മുന്നിൽ ഇങ്ങനെ വരോ, എന്നിട്ട് വിളിച്ചു ചോദിക്കും, മോനെ ഞാൻ ഉണ്ടാക്കിയിട്ട വസ്തുവാണല്ലോ, ഞാൻ ഉണ്ടാക്കിയ വീടാണല്ലോ, അതിൽ സുന്ദരമായി കിടന്നുറങ്ങുന്ന മോനെ, ഞാൻ കിടന്നുപോയ ഞാനുള്ളപ്പോ എന്റെ കട്ടിലിൽ തൊടാനോ ഇരിക്കാനോ തയ്യാറാവാതെ നീയല്ലേ ഇന്നെന്റെ കട്ടിലിൽ ചേക്കേറിയിരിക്കണേ. എന്റെ ചാരുകസേന ഞാനല്ലാതെ ഒരാളും അതിൽ തൊട്ടിട്ടില്ല, ഇരുന്നിട്ടില്ല. ഇന്നത് കൈകാര്യം ചെയ്യുന്നത് ദേഷ്ടമല്ലേ. എന്റെ എല്ലാം 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 നിങ്ങൾ ആസ്വദിക്കുമ്പോ ഇന്ന് ഞാൻ ഇവിടെ വല്ലാതെ പരാജയത്തിലാ. ഒരു സ്വതക്ക എനിക്ക് വേണ്ടിയൊന്ന് ചെയ്യോ, ഒരു യാസീനെന്ന് എനിക്ക് ഓതോ, ഒരു ഇഖ്ലാസ് എനിക്കൊന്ന് ഓതോ. നമ്മുടെ ഉപ്പമാർ പാപമാരെ ആശിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ബറാഅത്തിന്റെ രാവാണ് മോനെ. ഇന്ന് പോയി കിടന്നുറങ്ങുമ്പോ കേവലം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു 24 വട്ടമെങ്കിലും കുറഞ്ഞതോതി ഒരു ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദാത്തുകളും ഓതി അവർക്ക് വേണ്ടി ഒന്ന് ഹദിയ ചെയ്യണേ. അല്ലാഹു ആ ഖബറുകൾ വിശാലമാക്കട്ടെ. അല്ലാഹ് നമ്മളും മരിക്കുമ്പോ നമുക്ക് വേണ്ടി ദുആ ചെയ്യാ, ഒരു സമൂഹത്തിനെ ബാക്കിയാക്കണേ അല്ലാഹ് ബറകത്തി റസൂലില്ലാഹ്. ഞാൻ എന്റെ ഭാഷ നിർത്തുവാണ്. മേറാജിന്റെ രാത്രിയിൽ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുവാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുമ്പോ നമ്മുടെ പിതാവല്ലേ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹീം മുത്തു നബിയോട് പറയാ, നബി മുഹമ്മദ് മുസ്തഫ فاقا فينا في خلق وفي خلقي ولم يدانه في علم ولا كرمي مولاي صل وسلم. അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പേരൊന്നുമല്ല നീ പറയുന്നത്, ആണോ? ഉറക്കെ പറയും. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത് നബിയോട് പറയാ, നബിയേ എന്റെ മക്കളില്ലേ നിങ്ങളുടെ ഉമ്മത്തികൾ യാ റസൂലല്ലാഹ്, അവരെ
അവരൊക്കെ നമുക്ക് സമ്മാനം തരാം, മറ്റേ നമുക്ക്, പക്ഷേ നമുക്കൊരു അലൈഹിസ്സലാം പറയാൻ പറ്റണില്ല. ഈമാൻ എന്തേ ചോർന്നു പോയത്? മരിക്കണ്ടേ നമുക്ക് അല്ലാഹു ഈ നല്ല ഈമാൻ തരട്ടെ. ഹബീബാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറയാം, നിങ്ങളുടെ ഉമ്മത്തുകളോട് റമളാൻ വരികയാണ്, കൊട്ടാരക്കരക്കാരെ റമളാൻ വരികയാണ്. ഖലീലുള്ളാഹി തങ്ങൾ പറയാ, നിങ്ങളെ ഉമ്മത്തികളോട് നബിയെ പറയണേ, ഒരു ദിവസം കിടക്കണതിന് മുമ്പ് സ്വർഗത്തിൽ കുറച്ചു മരങ്ങൾ നടാൻ മറക്കരുത്. കിടക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ കുറച്ച് മരങ്ങൾ നടാൻ നിങ്ങൾ മറക്കരുതെന്ന് നിങ്ങളുടെ ഉമ്മത്തിനോട് പറയണ നബിയെ. മുത്തനബിയോരാണ് സ്വഹാബത്തിനെ വിളിച്ച് പറയാ, സ്വഹാബ ഇബ്രാഹിം നബി അലൈഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ ഒരു മരം നടണം ദിവസം. സ്വർഗത്തിൽ ഒരു മരം നട്ടാൽ അപ്പൊ തന്നെ വടർന്ന് പന്തലിച്ചൊരു വലിയ വടവൃക്ഷമായി മാറും, തണൽ മരമാവും. അപ്പോ നമ്മള് മുത്തനബി പറഞ്ഞു കൊടുക്ക, എങ്ങനെയാ മരം നടണേ? തസ്ബീഹ് ദിവസം നിങ്ങൾ സുബ്ഹാനല്ലാഹി കൂടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ തസ്ബീഹ് നിസ്കാരം ജീവിതത്തിൽ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ചെയ്യണം. എല്ലാ കൊല്ലവും റമദാനിലെങ്കിലും ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതിന് നിയമൊക്കെ ഉസ്താദിനെ ചോദിച്ചാൽ എല്ലാം കൂടെ പറയാൻ സമയം കിട്ടില്ല കേട്ടോ. അപ്പോ ഈ തസ്ബീഹ് ഒരു വട്ടം ചൊല്ലിയാൽ ഇപ്പോ അള്ളാഹു മലക്കുകൾ നമുക്ക് വേണ്ടി അവിടെ ഒരു മരം വെച്ചിട്ടുണ്ട്, ഇപ്പൊ വളർന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല റബ്ബർ തോട്ടമുള്ള സ്ഥലമല്ലേ, നോക്കിയാണി നമ്മൾ ദിവസം ഒരു 100 മരം വെച്ച് നട്ടാലേ അവിടെ ചെല്ലുമ്പോ എത്ര ഏക്കർ തോട്ടം നമുക്ക് കിടക്കണം. അപ്പൊ സ്വർഗത്തിൽ നമുക്ക് ഒരു 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 ഏക്കറെങ്കിലും വാങ്ങിച്ചിട്ട് പോകാൻ പറ്റിയ നല്ലതല്ലേ? സ്വർഗത്തിൽ നമ്മളെ പേരിൽ 1 ഏക്കർ കിടന്നാല് പടച്ചതമ്പുരാൻ നമ്മളെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി പോയെന്നല്ല പറഞ്ഞാൽ പാലിക്കും. പൗരത്വം പറഞ്ഞ് പുറത്താക്കൂല. മറിച്ചെന്താ, നമ്മുടെ പേര് സ്വർഗത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കവിടെ കിട്ടും. അല്ലാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ ഒരു 400 വട്ടം ചെല്ലാൻ പറ്റിയെന്നല്ല, കുറഞ്ഞതൊരു 100 വട്ടം സുബ്ഹാനല്ലാഹി ഉറക്കെ വൽഹംദുലില്ലാഹി ദുആ ചെയ്യാൻ പോണോണ്ട് നിങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് പറഞ്ഞിട്ട് മുത്തുനബി ചോദിക്കാം സ്വഹാബത്തിനോട്, നിങ്ങളവിടെ മരമൊക്കെ നടുന്നുണ്ട്, മരം നട്ടാ ചുമ്മാ പൊടിച്ചു വരുമോ? ചൂടുള്ള സമയമില്ലേ? മരം നടാൻ വെള്ളം ഒഴിക്കണം, വളം ഇടണം, അതിന് ചെലവിന് കാശുണ്ടാന്ന് വെച്ചു. കൈമണിക്ക് വല്ല വേണ്ടേ? സ്വഹാബത്ത് പറഞ്ഞു, എന്ത് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമാണല്ലോ. വേണം നബിയെ, ചെലവിന് പൈസ വേണം. അപ്പോഴാ മുത്തുനബി പറയണം, എനിക്കൊരു കാര്യം ചെയ്യും, നല്ല പൈസ തന്നെ വെച്ചോ, വെള്ളം മാത്രം കണ്ട പോണ പോക്കില് അല്ലേ, അവിടെ നല്ലൊരു കുഴിമന്തി കൂടെ വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞു. പൈസ എല്ലാം കൊടുത്തു. സ്വർഗത്തിലെ ഒരു നിധി സ്വർഗത്തിന്റെ ഒരു നിധി തന്നെ ഇരിക്കട്ടെ, അതിന്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല് ഉറക്കെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം. ഇത് ഹൗക്കലയാണ്, ഇത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. ഈ അടുത്ത് കേരളത്തിൽ ഒരു മരണം നടന്നു. ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമ അനിഷേധ്യനായ പ്രസിഡന്റായിരുന്ന അനുഗ്രഹീതനായ ചേലക്കുളം ഉസ്താദ്, ഞാനവിടെ പറഞ്ഞു നിർത്തുവാണ്. അവിടെ നിന്ന് മരിക്കുന്നതിന് മുമ്പ് കൂട്ടുകാരോട് പറയാണ്, ശിഷ്യന്മാരോട് ബുർദ ഓതാൻ പറയാം. ബുർദ നല്ല എല്ലാം ഓതിക്കഴിഞ്ഞ് അകത്തിരുന്ന് ഒരു വിളി പെട്ടെന്ന് വെപ്രാളപ്പെട്ട് വിളിക്കുവാണ്. വിശാലമാണ്, ഞാൻ ചുരുക്കി പറയാം. പെട്ടെന്നൊരു വിളിക്കുകയാണ്, മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലമേഷൻ ആണ്. ആശ്ചര്യം പറയാ അല്ലെ, ആശ്ചര്യം പറയാ. മാഷാ അല്ലാഹ് 3 വട്ടം, മാഷാ അല്ലാഹ് 3 വട്ടം ജയിലക്കളം ഉസ്താദ് പറയാ, മാഷാ അല്ലാഹ്. ഇത് പറയുമ്പോഴത്തേക്ക് പുറത്തിരുന്ന ഉസ്താദുമാർ എന്തോ അത്ഭുതമാ, എന്തോ അപകടമാണ്. പതുക്കെയല്ല ഉറക്കയാ ചെല്ലണേ. എല്ലാവരും എന്താണെന്നറിയാൻ റൂമിനകത്തോട് പറഞ്ഞിട്ട് അവിടുന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം.
ഉറക്കെ ലാ ഹൗല വലാ ഖുവത ഉറക്കെ ലാ ഹൗല 3 വട്ടം ഉറക്കെ പറയാം. എന്നിട്ട് നിർത്തിയില്ല. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ചില മരണങ്ങൾ അസൂയ തോന്നും. ചില മരണങ്ങൾ ലാഹുല 3 വട്ടം ചൊല്ലി ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടം ചൊല്ലി അനക്കമില്ല. എന്തൊരു അസൂയാവഹമായ മരണോ! എന്തേ വഴിതെളിച്ചതെന്നറിയോ? ചേലക്കൽ ഉസ്താദിന്റെ ജീവിതത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം എപ്പോ പോയാലും ഇത് തന്നെ ചൊല്ല. ഇടപെടവില്ലാതെ എപ്പോ ഒഴിവ് കിട്ടിയാലും ചെല്ലുന്ന ദിക്ർ ലാ ഹൗലയ. അത് ഏറ്റെടുത്താൽ നമുക്കും ജീവിതം പഴക്കൂല. അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇനി എന്തിനാ സാധാരണ ലാ ഹൗല പറഞ്ഞു ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മരിച്ച പോലെ അല്ലേ? എന്തിനാ മാഷാ അല്ലാഹ് വിളിച്ചേ? മാഷാ അല്ലാഹ് ആശ്ചര്യമാണ് എങ്കിൽ ചേലക്കുളം എന്തിനാ വിളിച്ചേ? എന്തായിരിക്കും മാഷാ അല്ലാഹ് അർത്ഥം? നോക്കിക്കേ, അല്ലാഹു റസൂൽ പറഞ്ഞെന്താ? കൻസും മിൻ കുനൂസുൽ ജന്നാ. ലാ ഹൗല എന്ന ദിക്ർ സ്വർഗ്ഗത്തിന്റെ ഒരു നിധിയാണ്. സ്വർഗീയമാണ് നിധി കുമ്പാരങ്ങളിൽ ഒന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതം പറഞ്ഞ ദിക്റാണ്. ലാ ഹൗല പറഞ്ഞ് മരിക്കാൻ നേരത്ത് ഒരാൾ പറഞ്ഞു പോയാൽ അവന്റെ ശരീരം നരകത്തിന് ഹറാമാ. മുസ്തഫ അല്ലാഹു ഭാഗ്യം തരട്ടെ. ലാ ഹൗല ദുനിയാവിലെ 99 രോഗങ്ങൾക്ക് മരുന്നാണ് ലാ ഹൗല. അത് സ്ഥിരമായി പതിവാക്കി വന്നുപോയാ ഒരു മാറാരോഗങ്ങൾ വരൂല, അപകടം വരൂല. അല്ലാഹു തമ്പുരാന് കോവിഡ് പോലെ വൈറസുകളെ തരൂല. അല്ലാഹു ഭാഗ്യം തരട്ടെ. അത് ഉൾക്കൊള്ളാനും ചെല്ലാനും മുത്തുനബി പറയാണ് സ്വർഗത്തിന്റെ നിധിയ. നമ്മളെ ചെറിയ ബുദ്ധിയും ചെറിയ കണ്ണൊക്കെ വന്നത് കണ്ടോക്കെ. നിധിയാകുമ്പോ സ്വർഗത്തിന്റെ എല്ലാം നല്ല തിളക്കമാണ്. നിധിയാകുമ്പോ എന്തോ ഒരു തിളക്കുവാ. അപ്പൊ ചേലക്കുളം ഉസ്താദിന് അല്ലാഹു തമ്പുരാന് കാണിച്ചു കൊടുത്തത് ആ സ്വർഗത്തിന്റെ ജീവിതത്തിൽ ലാ ഹൗല വലാ ഖുവ എപ്പോഴും 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 ഒരു ഭാഗമാക്കി മാറ്റിയപ്പോ അല്ലാഹു തമ്പുരാന് ചേലക്കുളം ഉസ്താദ് എന്ന മഹാനുഭാവന് കൊടുത്തത് സ്വർഗത്തിന്റെ കണ്ടുകൊണ്ട് മരിക്കാൻ നമ്മൾ ദുആ ചെയ്യലുണ്ടല്ലോ. അതുപോലെ സ്വർഗത്തിന്റെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം. ഈ നിധിയാകാം അല്ലാഹ് കാണിച്ചു കൊടുത്ത്. ആ നിധി കണ്ടിട്ടാകാം മാഷാ അല്ലാഹ് അതിന്റെ അത്ഭുതം കണ്ടിട്ടാകാം അവിടെ നിന്നറിയാതെ നിലവിളിച്ചു പോയത്. അതിനുശേഷം ആ ലാ ഹൗലയുടെ നിധി കണ്ടിട്ട് സ്വർഗത്തിന്റെ ചുവരുകളിൽ കണ്ടു വായിച്ചതാകാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം. അത് വായിച്ചു കഴിയുമ്പോ സന്തോഷത്തോടെ ദുനിയാവ് മറന്ന് അല്ലാഹു തമ്പുരാന്റെ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി എവിടെന്ന് വഫാത്താകയാണ്. അല്ലാഹുവേ ഈ സുഹൃത്തുക്കൾക്ക് ആ ഭാഗ്യം തരണേ അല്ലാഹ്, ഭാഗ്യം തരണേ അല്ലാഹ് ബിബറകതി റസൂലില്ലാഹ്. അപ്പൊ 2-3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ. ഒന്ന് ആദ്യം പറഞ്ഞെന്താ? ഖുർആൻ പൊടിതട്ടി വെക്കണം. രാവിലെ മുതൽ ഒരേ പേജ് ഓതണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് 24 ചുരുങ്ങിയത്, അല്ലെങ്കിൽ 100 അതല്ല 1200 ചെല്ലുക. അല്ലാഹു ഭാഗ്യം തരട്ടെ. ചിലപ്പോൾ ഉസ്താദിനെ പോലെ ആളുകൾ കണ്ടു നിന്ന് അസൂയപ്പെട്ടത് മരണം അല്ലാഹു നമുക്ക് തരട്ടെ. അങ്ങനെ വേണം കുതിക്ക്. അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ വേണം നമ്മൾ കൊതിക്കാൻ. മൂന്നാമത് പറയാൻ എല്ലാവരും എഴുന്നേറ്റാണ് ചടഞ്ഞിരിക്കുകയാണ്. ഒരു 3 ലായിലാണ് തന്നെയാണ് ലാ ഇലാഹ
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഇരുന്നപ്പോൾ ആരെങ്കിലും ബിസ്മി അറിഞ്ഞായിരുന്നു? ആരും പറഞ്ഞില്ല. പറയണം. നമ്മൾ ബിസ്മിയുടെ അഹലുകാരനാകണം. അപ്പോൾ ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും എന്തു ചെയ്താലും ഇന്നു മുതൽ റമളാനിൽ ബിസ്മി ഞാൻ ചെല്ലുമെന്ന് ഇപ്പൊ തീരുമാനിക്കുന്നു. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് വീട്ടിൽ പോയി കയറുമ്പോൾ ബിസ്മി പറഞ്ഞ് കയറുക. വീട്ടിൽ കയറുമ്പോൾ ബിസ്മി പറഞ്ഞ് എന്തു ചേർന്നു? വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ വലത് കാലം ഇടത് കാലം വയ്ക്കേണ്ട. ഉമ്മമാര് പറയും മോനെ പരീക്ഷയ്ക്ക് പോകണല്ലേ വലത് കാലം വെച്ചാൽ നീ പോടാന്ന് പറയും അല്ലേ? അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വലത് കാലം. അപ്പോൾ കയറുമ്പോൾ എന്താ വയ്ക്കണ്ടേ? രണ്ടും കൂടെ ചാടി കയറണോ? വലത് കാലം. വീട്ടിൽ കയറുമ്പോഴും വലത്, ഇറങ്ങുമ്പോഴും വലത് അല്ലേ? അപ്പൊ അതുകൊണ്ടാകാം ഒരാൾക്ക് ഏറ്റവും ഒരു ശരീരത്തിൽ രോഗം വരുമ്പോൾ ആദ്യം കഴപ്പ് പറഞ്ഞ ഇടത്തേക്കാളിയാണ്. ഇരിക്കുന്നവർ നോക്കിയാണ് കഴപ്പുള്ളവരുണ്ടെങ്കിൽ ആദ്യം വരെ ഇടത്തേക്കല്ല. കാരണം നമ്മൾ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. പാവം വിഷമിച്ച് അങ്ങനെ ഉണ്ടല്ലോ, ടെൻഷൻ വരുമ്പോഴുള്ള രോഗിയാവാം, ഹാർട്ട് അറ്റാക്ക് രോഗിയൊക്കെ. ഇടത് കാലിന് ആദ്യം കഴപ്പ് വരും. അങ്ങനല്ലേ? അങ്ങനെ അന്നല്ലേ? അല്ലേ? ആണ്. അങ്ങനെ ശരീരത്തിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ പറയാൻ പറ്റും. ഇടത് കാലിന് ആദ്യം പ്രശ്നം വരാം. ആദ്യം കാഴ്ച ഏത് കണ്ണിനായിരിക്കും? അപ്പൊ കാലങ്ങനെ ആയതുകൊണ്ട് കൂടെ ഇരിക്കട്ടെ, അത് പറ്റില്ല. ഏത് കണ്ണായിരിക്കും? അങ്ങനെ കണ്ടുപിടിക്കും. മിക്കവാറും ഒക്കെ ഇടതായിരിക്കും. നടുവേന വരുമ്പോൾ ആദ്യം എവിടെ വരണം? ഇടത് ഭാഗത്ത്. നെഞ്ചിരിപ്പ് വരുമ്പോൾ ആദ്യം എവിടെ വരണം? ഇടത് ഭാഗത്ത്. കാരണം എന്താ? നമ്മൾ വലത് വീട്ടിൽ കയറുമ്പോഴും വലത്, ഇറങ്ങുമ്പോഴും വലത്. ഈ പാവപ്പെട്ടവനെ മൈൻഡ് ചെയ്യണ്ടേ? അങ്ങനല്ല. വീട്ടിൽ കയറുമ്പോൾ ബിസ്മിയും പറഞ്ഞ് വലത് കാല് വെച്ച് കയറണം. വലത് കാല് വെച്ച് കയറണം. വീട്ടിൽ കയറിയാൽ ഉടനെ മുത്തുഹബീബ് പറയാം, ഒരു സൂറത്തുണ്ട്, അത് ഓതിയാൽ ജീവിതത്തിൽ പിന്നെ ദാരിദ്ര്യം വരൂല. ആ സൂറത്ത് അറിയണോ എന്ന് കൈ വയ്ക്കാൻ. ദമ്പടി കിട്ടുന്ന കാര്യമാണെങ്കിൽ ഉത്സാഹല്ലേ? അപ്പടാ നല്ല പരിപാടി അറിയാൻ. അപ്പൊ ലാസ്റ്റ് പറഞ്ഞുതരാൻ ചോദിച്ച. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന് പോയാൽ ബിസ്മി പറഞ്ഞ് വലത് കാല് വെച്ച് അകത്ത് കയറണം, ഇടത് കാല് വെച്ച് പുറത്തിറങ്ങണം. അങ്ങനെയല്ലേ? ആണ്. പള്ളി കയറിയാൽ അങ്ങനെ തന്നെയല്ലേ? ആണ്. ചെരിപ്പിട്ടാലും അങ്ങനെ തന്നെയല്ലേ? ആണ്. വലത് കാല് ഇടണം, ഇടത് കാല് അഴിക്കണം. അങ്ങനല്ലേ? ആണ്. വീടും പള്ളിയും ഒരുപോലെ ബന്ധമുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതാണ്. കഅബാലയവും നമ്മളെ വീടും. കഅബയിൽ പോയാൽ 120 പ്രതിഫലം. കഅബാലയത്തിൽ 120 പ്രതിഫലം. നേരെ പോയി കഅബാലയത്തിനെ കണ്ടാൽ നോക്കുമ്പോ 40 പ്രതിഫലമാണ്. തവാഫ് ചെയ്യുമ്പോ കിട്ടുന്ന 60 പ്രതിഫലമാണ്. എത്രയായി? 100. അവിടെ നമസ്കരിച്ചാൽ 20 പ്രതിഫലം. എത്രയായി? 120. ഇതേ പ്രതിഫലം വീട്ടിലേക്ക് പോയാലും ഉണ്ട്. ഇതേ പ്രതിഫലം വീട്ടിൽ കയറിയാലും ഉണ്ട്. ഇപ്പൊ പറയൂല, അടുത്ത കൊല്ലം വരും പറയും ഇൻഷാ അല്ലാഹ്. അപ്പോ ഇന്ന് പറയാൻ പോണേ, വീട്ടിൽ കയറിയാലും ഇരുന്നാലും മിക്സി ഓണാക്കുമ്പോഴും ലൈറ്റർ കത്തിക്കുമ്പോഴും ചട്ടി വെക്കുമ്പോഴും എപ്പോഴും നമ്മൾ ഓരോന്നിനും ഓരോ ബിസ്മി വീതം ചെല്ലിയാൽ ഈ വരുന്ന റമളാൻ നമുക്ക് ജോറാക്കാം. അള്ളാഹു അനുകൂലമാക്കി തരട്ടെ. ഒരു ആത്മീയമായ ഭീതി, ഒരു ഫീലിംഗോട് കൂടി നമുക്ക് കടന്നു പോകാൻ പറ്റും. അള്ളാഹു ഭാഗ്യം തരട്ടെ. ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവാം. ഒരു 3 സ്വലാത്തോടെ ചെല്ലോ. ഒന്ന് എഴുന്നേറ്റിട്ട്, എഴുന്നേക്കുമ്പോ ബിസ്മി പറഞ്ഞെന്ന് പറഞ്ഞില്ല. ഇരിക്കും പറയാം. ശരി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വീട്ടിൽ പോകുമ്പോഴേ ഓടിച്ചെന്നങ്ങ് വീടിനകത്ത് കയറും. അപ്പൊ നമ്മൾ അറിയാതെ സാധാ ശീലം പോലെ ചിലപ്പോൾ വലത് കാലായി പോവും ആദ്യം അഴിക്കണേ. ഇന്ന് ബറാഅത്ത് രാവാ, അത്ഭുതങ്ങളുള്ള രാവാ. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ തീരുമാനിക്കണം, ഉടനെ തിരിച്ചിറങ്ങണം. ഒന്നേന്ന് ബിസ്മി പറഞ്ഞ് വലത് കാല് വരെ ചെരുപ്പെടണം, ഇടത് കാല് രണ്ടാമത്തെ ബിസ്മി പറഞ്ഞ് ആദ്യം ഇടത് കാല് അഴിക്കണം. ചെയ്യുവോ?
ചെയ്യോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇനി പരസ്പരം പള്ളിയിലൊക്കെ വരുമ്പോൾ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ പതുക്കെ വിളിച്ചിട്ട് അളിയാ എന്തായാലും നീ ചെരുപ്പ് ഊരണം, അത് ഈ മുറയ്ക്ക് ഊരി അങ്ങനെ 2 സുന്നത്തെങ്കിലും കിട്ടും, അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സുന്നത്ത് ഇൻഷാ അല്ലാഹ് ഈ കൊല്ലത്തെ റമദാനെ സ്വീകരിക്കാൻ നമ്മൾ ഈ 3-4 ഒരുപാട് സുന്നത്ത് പറഞ്ഞാൽ ഈ സുന്നത്ത് ഇന്നു മുതൽ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ചെയ്യൂലേ? ചെയ്യും. അത് മാത്രമല്ല, രാപകലെന്നില്ലാതെ ഇന്ന് കിടക്കുമ്പോ തന്നെ പടച്ചോനെ റമദാന വരണ തങ്ങൾ പറഞ്ഞപ്പോഴേ അതിന്റെ ഗൗരവം അറിയണേ. ആദ്യ രാത്രി എനിക്ക് തരണേ അല്ലാ. ആദ്യത്തെ രാത്രി നരകമോചനം കൊടുത്ത സ്വർഗത്തിന്റെ ചെവരുകൾ ഇന്ന് അവനെ പിടിച്ചോ, ആ ചെവരിൽ അവന്റെ പേരെഴുതുന്ന അല്ല ഏൽപ്പിക്കണ ഒരു രംഗമേ അല്ലാഹു നമുക്ക് തരട്ടെ. അത് ആശയോടുകൂടി കാത്തിരിക്കാൻ നമുക്ക് കഴിയണം. അതിന് നഷ്ടബോധം വേണം. കഴിഞ്ഞ റമദാൻ നമ്മുടെ കയ്യിലില്ല, അടുത്ത റമദാൻ ജീവിക്കുമെന്ന് ഉറപ്പില്ല. റജബ് കഴിഞ്ഞു പോയി, ഷേബാന്റെ പകുതിയും പോയി. ഇനിയെങ്കിലും അല്ലാഹുവേ നമുക്ക് ഭാഗ്യം തരണേ അല്ലാ. മദ്രസയുടെ കാര്യം പറയുമ്പോൾ ഒന്നുകൂടെ പറയാണ്, നമ്മുടെ മക്കൾക്ക് ജീവിതത്തിൽ വെറും ദിക്റുകൾ മാത്രമല്ല പഠിപ്പിക്കേണ്ടത്. നമ്മളെ മക്കളെ പഠിപ്പിക്കുക ദിക്റുകൾ നമ്മളിപ്പോൾ പഠിച്ചാൽ തോന്നുമ്പോൾ ചെയ്യാതിരിക്കാം. മക്കളെ പഠിപ്പിക്കുമ്പോൾ ഖുർആൻ ഓതേണ്ട നിയമങ്ങളും അതുപോലെ നമസ്കരിക്കേണ്ട നിയമങ്ങളും ഫിഖ്ഹും ഒക്കെയാ അല്ലേ. ഇസ്ലാം കാര്യങ്ങൾ എത്രയാ? 6. 5 ഇസ്ലാം കാര്യം 5. ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ഇത് തന്നെയല്ലേ മദ്രസയിൽ ആദ്യം പഠിക്കണേ? ആണ്. രണ്ടാമത് പഠിക്കണ എന്താ? ഇസ്ലാം കാര്യം 2. നമസ്കാരമല്ലേ ഇല്ലേ? 2ാം ക്ലാസ്സിലില്ലേ? അതേ 1ാം ക്ലാസ്സിലുണ്ടാ? 2 തൊട്ടുണ്ട്. 2 തൊട്ട് പഠിക്കുന്ന നമസ്കാരത്തിന്റെ ഉളുവിന്റെ നിയമങ്ങൾ മുതങ്ങി അങ്ങോട്ടാ നമസ്കാരം പഠിക്കണ്ടേ. പിന്നെയാണ് സകാത്ത്, പിന്നെയാണ് നോമ്പ്, പിന്നെയാണ് ഹജ്ജ്. ഈ ഹദീസിന്റെ ഒരു ക്രമം ഹദീസിൽ പറഞ്ഞ ചുമ്മാതയല്ല, ഇത് ജീവിതത്തിന്റെ ഒരു ശൈലിയാക്കാൻ വേണ്ടിയിട്ടാ ഇതിങ്ങനെ പഠിപ്പിക്കുന്ന ശൈലിയാ ദക്ഷിണകേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിനുള്ളത്. അല്ലാഹു നൂറ്റാണ്ടുകൾ ഇന്ന് പല ബോർഡുകളും കടന്നു വരുമ്പോ പിന്നെ നമ്മുടെ സർക്കാരുകളെ മുദ്ര വയ്ക്കുന്ന തീവ്രവാദത്തിന്റെ കൊട്ടകളായി മാറാതെ അൽഹംദുലില്ലാഹ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അൽഹംദുലില്ലാഹ് ദക്ഷിണ കേരള വിദ്യാഭ്യാസ ബോർഡ് പഠിക്കാനും വളരാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. പോരായ്മ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എന്തുണ്ടെങ്കിലും നേതൃത്വം പറഞ്ഞ നിങ്ങളോടൊപ്പമുണ്ട്. ഏത് പരാതി കേൾക്കാനും എല്ലാത്തിനും അള്ളാഹു സ്വീകരിക്കട്ടെ. ആത്മാർത്ഥമായി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إني أسألك باسمك الأعظم المكتوب من نور وجهك الأعلى المؤبد الدائم الباقي المخلد في قلب نبيك ورسولك سيدنا محمد صلى الله عليه وسلم. وأسألك باسمك الأعظم الواحد بوحدة الأحد المتعالي وحدة الكم والعدد المقدس عن كل أحد وبحق بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أن تصلي على سيدنا محمد سر حياة الوجود والسبب الأعظم لكل موجود. صلاة تثبت في قلوبنا الإيمان وتحفظنا القرآن وتفهمنا منه الآيات وتفتح لنا بها نور الجنات ونور النعيم ونور النظر إلى وجهك الكريم. اللهم صل على سيدنا محمد. ما اختلف الملوان وتعاقب العسران وكر الجديدان واستقل الفرقدان بل روحه وارواح لبيته منا التحية والسلام وبارك وسلم عليه كثيرا. الله الله ربي الله. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഇവിടെ ചൊല്ലിയ തസ്ബീഹുകൾ തഹ്ലീലുകൾ അല്ലാഹുവേ സ്വലാത്തുകളല്ല കബൂലാക്കണേ അല്ലാ.
പരിശുദ്ധ റമളാന് കടന്നു വരുമ്പോ റമളാന് ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല പടച്ചവനെ റജബും റമളാനിന്റെ പകുതിയും നഷ്ടപ്പെട്ടുവെങ്കിലോ ഇപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ചറിയുന്നു അല്ലോ റമളാന് കാത്തിരിക്കേണ്ട മാസമാണല്ലോ. കാറ്റുനോറ്റിരുന്ന് ഇരിക്കുന്നവർക്കില്ലതാണ് റമളാനിന്റെ വിജയോ. അല്ലാഹുവേ ഈ നിമിഷം മുതൽ ഞങ്ങൾ സൂക്ഷിക്കാമല്ലോ. ഈ ദിവസം മുതൽ എല്ലാ ദിവസവും റമളാനെ കൊതിക്കാമല്ലോ. ആ റമളാനെ സമ്പന്നമാകാൻ ഇപ്പോഴേ ദിക്റുകളോട് സ്വലാത്തുകളോട് തസ്ബീഹുകളോട് ജീവിതം ധന്യമാക്കാമല്ലോ. കബൂലാക്കി തരണേ അല്ലാ. ഈ ചൊല്ലിയ സ്വലാത്തുകൾ ദിക്റുകൾ മദീനയുടെ മണവാള് ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ എത്തിക്കണേ അല്ലാ. ആ മുത്തുനബി നോക്കി കാണുന്ന മജ്ലിസാക്കറമ്പേ ആരിഫീങ്ങൾ ഞങ്ങളെ മുന്നോറുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട മശായിഖന്മാർ എല്ലാവരുടെ ഹളറാത്തുകളിൽ എത്തിക്കണേ അല്ലാ. അവിടെ നളുറും നസ്റും എല്ലാം തരണേ അല്ലാ. ആ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ. ചെറുതും വലുതുമായ ഷുഗർ പോലെ കൊളസ്ട്രോൾ പോലെ മുട്ടുവേദന പോലെ ഊരവേദന പോലെ അല്ലോ ക്യാൻസറാണ്, ബ്രെയിൻ ട്യൂമറാണ്, കിഡ്നി തകരാറാണ്, സിഫിലിസാണ്, പരാലിസിസാണ്, ഹാർട്ട് അറ്റാക്കാണ്, ഇതുപോലെ ലക്ഷക്കണക്കാണ് രോഗങ്ങൾ ചെലവ് വരുമ്പോ എന്തെല്ലാം രോഗങ്ങളാണല്ലോ. ഞങ്ങളെ കാത്തോണേ അല്ലാ. ഒരു ക്യാൻസറും ഞങ്ങൾ പരീക്ഷണമാക്കല്ല അല്ലാ. ഒരു ഡോക്ടർ ഞങ്ങളുടെ മുഖത്ത് നോക്കി ക്യാൻസറാന്ന് പറയല്ല അല്ലാ. റേഡിയേഷന് പറയല്ല അല്ലാ. കീമോ വേണോന്ന് പറയല്ല അല്ലാ. ഡയാലിസിസിന് നിർദ്ദേശിക്കല്ല അല്ലോ. ഇതുപോലെ മാരകമാണ് രോഗങ്ങളെ കൊണ്ട് വലയുന്നവരെത്രയാ. എവിടെ പോയാൽ ക്യാൻസറാണ് ദുആ ചെയ്യണേ നിങ്ങള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണ എത്രയോ പേരാണല്ലോ. താമാട ശബനം കുടിക്കണേ അല്ലാ. അല്ലാഹുവേ എത്ര ഭീകരമായാൽ എത്ര മാരകമായാലും ഏത് ഡോക്ടർമാരെ കൈവിട്ടാൽ ഏതെല്ലാം വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റികൾ കൈമലർത്തിയാലും അല്ലോ പടച്ചുറബേ നീ അറിയാതെ ഭൂമി ലോകത്തൊരാളും ഒരാൾ രോഗിയാവൂലല്ലോ അല്ലോ. അല്ലോ ഒരാള് രോഗിയാവൂലല്ലോ അല്ലോ. പടച്ചവരെ നിന്റെ മുന്നിലുള്ള ആശ മുറിയാതെ പടച്ചവരെ നിന്നിലുള്ള വല്ലാതെ ആശയോടെ നീ ഞങ്ങൾക്ക് ശിഫയാക്കി തരുമെന്ന പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നിന്റെ മുന്നിലിതാ പരിശുദ്ധമാണ് ബറാഅത്തിന്റെ അനുഗ്രഹീതമാണ് രാത്രി ഞങ്ങൾ കൈകൾ ഉയർത്തുന്നു അല്ലാ. സ്വീകരിക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. ഇതുപോലെ മാരക രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഇന്നലെയും പ്രഭാസനം കഴിഞ്ഞ് നിങ്ങൾ തൊണ്ട പൊട്ടിക്കിടന്നവരാ. ഇന്നിവിടെ വരാനും എത്രയും നേരം ദുആ ചെയ്യാനും തൗഫീഖ് തന്നവന്നിയാ. എത്ര സ്തുതിച്ചാലും മതി വരില്ലല്ലോ അല്ലാ. പടച്ചവനെ നാളെയും വെട്ടിയാറും മറ്റന്നാൾ കൊല്ലത്തോക്ക് വല്ലാതെ സദസ്സുകൾ പങ്കുകൊള്ളേണ്ടവരാ. ഇവിടെ കുറച്ചു സമയമാണെങ്കിലും നാളെ ഒരുപാട് സമയങ്ങൾ വേണ്ടതാ. ആഫിയത്ത് തരണേ അല്ലാ. പടച്ചോനെ ഞങ്ങൾക്കൊക്കെ പരിശുദ്ധമാണ് റമളാനെ സ്വീകരിക്കാ. ഹൃദയത്തിന് നല്ല ആർജവം തരണേ അല്ലോ. തഖ്വ തരണേ അല്ലോ. നിന്നിലുള്ള ഭക്തി തരണേ അല്ലോ. നിന്നോട് വല്ലാത്തൊരു ഭയം തരണേ അല്ലോ. അതിലേറെ നിന്നിൽ വല്ലാത്തൊരു പ്രതീക്ഷ തരണേ അല്ലോ. അല്ലാഹുവേ ഇരിക്കണ ഓരോ മനസ്സിലും എന്തല്ല ആശകളാണ്, അഭിലാഷങ്ങളാണ്, മുറാദുകളാണ്, സ്വപ്നങ്ങളാ. പൂവണിയിച്ചു നൽകണേ അല്ലോ. പൂവണിയിച്ചു നൽകണേ അല്ലാ. പൂവണിയിച്ചു നൽകണേ അല്ലാ. മക്കളെ കൊണ്ട് സ്വപ്നങ്ങളുള്ളവരുണ്ട്, പഠിക്കണവരുണ്ട്, എൻട്രൻസ് എഴുതിയവരുണ്ട്, എഴുതണവരുണ്ട്, ശ്രമിക്കണവരുണ്ട്. പൂർണ്ണപാഠ വിജയങ്ങൾ നൽകണേ അല്ലാ. പടച്ചവനെ കടഞ്ഞിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കണവരുണ്ട്, വിജയം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസ പുരോഗതി നൽകണേ അല്ലോ. പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലോ ഞങ്ങൾക്ക് അഭിമാനമുള്ള മക്കളാക്കണേ അല്ലാ.
അല്ലാ. ആധുനിക ലോകത്തിന്റെ അതിക്രമമായ മദ്യത്തിലും മദുരാശയിലും അല്ലാഹുവേ മയക്കുമരുന്നിലും കഞ്ചാവിനും അടിമയാ. അവസാനം മതനിരാസം തലക്കി പിടിച്ചിട്ട് അല്ലാഹുവേ തല്ലിപ്പറയണ ഗതികേട് ഞങ്ങളെ മക്കളിൽ വരുത്തല്ലേ അല്ലാ. ഞങ്ങളെ പുന്നാര മക്കൾക്ക് വരുത്തല്ലേ അല്ലോ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് കൂട്ടാകുന്ന ഉഹ്റവിയായ മക്കളാക്കണേ അല്ലോ. ഉഹ്റവിയായ മക്കളാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ പാപികളാണ്, ദോഷികളാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമാ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയവരാണല്ലാ. ഞങ്ങളത് സമ്മതിക്കുന്നുവല്ല. കഴിഞ്ഞുപോയ റമളാനെന്ന് ഞങ്ങൾക്ക് പറയാനില്ല അല്ലാ. നീ തന്നാലത് വലിയൊരു സൗഭാഗ്യമാണ് തമ്പുരാന് അല്ലാ. ഇപ്പോഴാ ഞങ്ങൾ റമളാന് വരുന്നതിന് മുമ്പ് റമളാനെ കുറിച്ച് കൊതിക്കുന്നുവല്ല, കാത്തിരിക്കുന്നുവല്ല, കാത്തിരിക്കാൻ തീരുമാനിക്കുന്നതല്ല. അതിനുവേണ്ടി ദിക്റുകളോടെ മുന്നേറാനുള്ള തീരുമാനമാ വിജയത്തിലാക്കണേ അല്ലാ. റമളാനിന്റെ ആദ്യ രാത്രി ഉറക്കമണീറ്റ് കൊണ്ട് പൊട്ടിക്കറയാ അല്ലാഹുവേ ദുആ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. റമളാനിന്റെ ആദ്യ രാത്രി അല്ലാ എന്ത് ചോദിച്ചാലും നീ കൊടുക്കുമല്ലോ, ഞങ്ങൾക്ക് തരണേ അല്ലാ. എന്ത് പൊറുക്കൽ തേടിയാലും തരുമല്ലോ, പുറത്തു തരണേ അല്ലാ. ഏത് രോഗങ്ങളെ തൊട്ട് ബുദ്ധിമുട്ട് തേടിയാൽ പരിഹരിക്കുമല്ലോ, പരിഹരിച്ചു തരണേ അല്ലാ. കടം കൊണ്ട് വലഞ്ഞാലും വീടില്ലേലും മക്കളില്ലേലും അല്ലാഹുവേ നീ അനുഗ്രഹിക്കുമല്ലോ അല്ലാ. ആദ്യ രാത്രി ദുആക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കയാ, കബൂലിയത്ത് തരണേ അല്ലോ. ഈ പാതിരാവ് ബറാഅത്തിന്റെ രാവാ. അടുത്ത ഒരു കൊല്ലത്തേക്ക് ഞങ്ങൾക്കൊരു ആക്സിഡന്റ് തരല്ല അല്ലോ, മാറാ രോഗങ്ങൾ തരല്ല അല്ലോ, കിടപ്പിലാക്കി കളയല്ല അല്ലോ. തൊണ്ട വയ്യാത്തതിന്റെ പേരില്, ശബ്ദമില്ലാത്തതിന്റെ പേരില് ഒരു സദസ് പോലും മിസ്സാക്കല്ല അല്ലോ. ജീവിക്കണവരെ പടച്ചവനെ അവസാന ശ്വാസം വരെ ഹബീബ് റസൂലുള്ളാഹ് തങ്ങളെ മഹബ്ബത്തുകളും അധ്യാപനങ്ങളും ഉച്ചയിസ്തരം പറയാ തൗഫീഖ് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ തൊടിയൂർ ഉസ്താവടക്കം, കമർദീൻ ഉസ്താവടക്കം, KP ഉസ്താവടക്കം ദക്ഷിണകേരള ജമീയത്തുൽ ഉലമ എന്ന ആരോടും പരാതിയില്ലാതെ, ആരോടും പരവുമില്ലാതെ, ആരോടും ഒരു ശത്രുതയില്ലാത്ത എല്ലാ നല്ലതിനും ഒന്നിച്ചിറങ്ങുന്ന അനുഗ്രഹീതമാണ് പണ്ഡിത സഭയുടെ നേതൃത്വത്തിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കൊട്ടാരക്കരയെ നെഞ്ചിലേറ്റ് എത്രയോ നിമിഷങ്ങളാ വാതോരാതെ അല്ലാഹുവേ ഇഷ്ടത്തോടെ ഇവിടെ വന്ന് സംസാരിച്ചത് അവർക്ക് നല്ല ആരോഗ്യം നൽകണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ നാടിന്റെ ആത്മീയ അധ്യക്ഷനാണ് മുഹസിൻ അഹമ്മദ് ബാക്കവി ഉസ്താദ്. അല്ലാഹുവേ അസീസ് ഉസ്താവടക്കം ഈ സദസ്സിന്റെ പ്രിയപ്പെട്ട സക്കീർ ഉസ്താവടക്കം DK എല്ലാം പുനലൂർ മേഖലയുടെ അനുഗ്രഹീതരായ പ്രവർത്തകരടക്കം തമ്പുരാന് അല്ലാഹുവേ എല്ലാവരിലും ബറക്കത്തും റാഹത്തും ഇസ്സത്തും ഏറ്റിത്തരണേ അല്ലാ. ഞങ്ങളൊക്കെ മരിക്കേണ്ടവരാണല്ലോ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ സ്വപ്നമല്ല, ഞങ്ങളെ കൊതിയല്ലോ. മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മതിവരുവോളം കാണാൻ മുത്തിന്റെ മുഖമൊന്നു കാണാതെ ഞങ്ങളുടെ റൂഹെടുക്കല്ല അല്ലാ. കണ്ടാൽ എന്തൊരാനന്ദമാ മുസ്തഫ, എന്തോരു പ്രകാശമാണ് മുസ്തഫ. മുസറബാണ്, അത്വയബായ, അഹ്സനാണ്, അൻവറായ, അജ്മലാണ് മുഖമിനിയും ഇനിയും ഒരുപാട് 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 ജീവിതത്തിൽ ഭാഗ്യമാക്കണേ അല്ലാ. ആ ഓരത്ത് വരാനും മുത്തിന്റെ കരങ്ങളിലൊന്ന് മുത്തമിടാൻ ഭാഗ്യത്തരണേ അല്ലാ, ഭാഗ്യത്തരണേ അല്ലാ. ഈ വരുന്ന റമളാൻ അനുകൂലമാക്കണേ അല്ലാ, എതിരാക്കി കളയല്ലേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا
شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن അല്ലാഹുവേ കൊട്ടാരക്കര മഹല്ലിനെയും അല്ലാഹുവേ ഈ നാടിനെയും അനുഗ്രഹിക്കണേ തമ്പുരാന്. നൂറുൽ ഇസ്ലാം മദ്രസയിലെ പ്രിയപ്പെട്ട പുന്നാര മക്കള് അല്ലാഹുവേ അലങ്കാരമുള്ള നാളത്തെ ഭാവിയിലെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കണേ അല്ലാ. ഈ നാടിന് നല്ല ബറക്കത്ത് നൽകണേ അല്ലാ, ഒരുമ നൽകണേ അല്ലാ, ഈമാനും തഖ്വയുമുള്ള നാടാക്കണേ അല്ലാ, ഇസ്സത്തുള്ള നാടാക്കണേ അല്ലാ. പടച്ചവനെ ബാക്കവി ഉസ്താവടക്കം ഇമാവടക്കോ നാളെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടത്ത് സ്വർഗത്തില് ഒരുമിച്ച് കൂടാനും യോഗ്യതയുള്ള സദസ്സാക്കണേ അല്ലാ. ഈ സാധുക്കളാണ് ഉമ്മമാര്, സഹോദരങ്ങള്. ഇന്നു മുതൽ അവരൊന്നു പോയി ദുആ ചെയ്യുമ്പോ ഈ സാധുവാട് തങ്ങൾ ഉസ്താദിനെ ഓർമ്മിപ്പിക്കണേ അല്ലാ. ഇന്നലെ വരെയുള്ള സദസ്സിലല്ലാ സഹായിച്ച സഹകരിച്ച ആമീൻ പറഞ്ഞ എത്രയോ പേരാ. ഈ സദസ്സിന്റെ ദുആയിലും ഉൾപ്പെടുത്തണേ അല്ലാ. നാളെ വെട്ടിയാറ് പൊട്ടിക്കറിയുമ്പോ ഈ സഹോദരിമാരെ സഹോദരങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നമ്മളെ ഉമ്മമാര് സാധുക്കളാണ്, സഹോദരിമാര് സാധുക്കളാണ്. നല്ല ദറജ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. കല്യാണം നടക്കാത്തവർക്ക് അനുയോജ്യമായ നല്ല ബറക്കത്തുള്ള ഇണകളെ കൊടുക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد. പോകാനുള്ള സ്വലാത്തല്ല അല്ലേ, പോകാനുള്ള സ്വലാത്തല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ